എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമിഴ്നാട് രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള വലിയൊരു സിഗ്നൽ നൽകിയിരിക്കുകയാണ് അമിത്ഷാ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു തമിഴ്നാട് അധ്യക്ഷനായ അണ്ണാമലയെ മാറ്റിയിട്ട് മുൻ ADMK നേതാവായിരുന്ന, അതായത് BJP ആയിട്ട് അധികം ഈ അടുത്ത കാലത്ത് BJPയിൽ ജോയിൻ ചെയ്ത നയനാൻ നാഗേന്ദ്രനെ BJPയുടെ തമിഴ്നാട് ചീഫ് ആക്കുന്നത്. അപ്പോൾ അതിനുശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ എല്ലാവരും കൂടി ഒരു ജോയിൻ്റ് പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിൽ അമിത്ഷാ ഉണ്ടായിരുന്നു, നയനാൻ നാഗേന്ദ്രൻ ഉണ്ടായിരുന്നു, അണ്ണാമല ഉണ്ടായിരുന്നു, OPS ഉണ്ടായിരുന്നു, അങ്ങനെ പല ആൾക്കാരും ഉണ്ടായിരുന്നു. അതായത് ND എന്ന രീതിയിലാണ് ഒരു പത്രസമ്മേളനം നടത്തിയത്. അപ്പോൾ ആ പത്രസമ്മേളനത്തിൽ അമിത്ഷാ അണ്ണാമലയെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അണ്ണാമല ഭയങ്കര ഡൈനാമിക്കാണ്, താഴെത്തട്ടിൽ അതായത് ഗ്രാമീണ മേഖലയിലൊക്കെ BJPയുടെ സ്വാധീനം ഉണ്ടാക്കാൻ അണ്ണാമല വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്നാണ് പറഞ്ഞത്. അണ്ണാമല തമിഴ്നാട് രാഷ്ട്രീയത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം, അവിഭാജ്യ ഘടകം തന്നെയാണ് എന്നാണ് അന്ന് അമിത്ഷാ പറഞ്ഞത്. കൂടാതെ അമിത്ഷാ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അണ്ണാമല ഇപ്പം മാറ്റിയതെന്ന് വെച്ചാൽ പാർട്ടിയുടെ NDAയുടെ ഒരു കൂട്ടായ തീരുമാനമാണ്. ഭാവി രാഷ്ട്രീയം മുന്നിൽ കണ്ടിട്ടാണ് അണ്ണാമലയെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അണ്ണാമല ഇത് ശരിക്കും എന്ന് വെച്ചാൽ ഇനിയാണ് കഥ തുടങ്ങുന്നത്, അങ്ങനെയാണ് അമിത്ഷാ പറഞ്ഞത്. അണ്ണാമലയെ കാത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപാട് വലിയ വലിയ സംഭവങ്ങൾ, സ്ഥാനമാനങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് അമിത്ഷാ പറഞ്ഞത്. അണ്ണാമലയുടെ കാലിബറും കപ്പാസിറ്റിയും അണ്ണാമലയുടെ കഴിവുകളൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുമെന്നാണ് അന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പിക്ചർ പുറത്തു വന്നിരുന്നു, അണ്ണാമല ഹിമാലയത്തിൽ ധ്യാനമിരിക്കുന്നത്. ആ NDAയുടെ ജോയിൻറ്റ് ഒരു പത്രസമ്മേളനത്തിന് ശേഷം NDAയുടെ ജോയിൻറ്റ് പത്രസമ്മേളനത്തിന് ശേഷം അണ്ണാമല നേരെ പോയത് ഹിമാലയത്തിലേക്കാണ്. ഇപ്പോൾ അണ്ണാമലയെ ഹിമാലയത്തിൽ ധ്യാനത്തിലിരിക്കുകയാണ്. ആ ഫോട്ടോസൊക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. ഒരുപാട് കമൻറ്റുകൾ അതിനിടയിൽ വരുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ സാക്ഷാൽ നരേന്ദ്രമോദിയൊക്കെ എല്ലാ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നേരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ നേരെ ഹിമാലയത്തിൽ പോവും, അവിടെ തപസ്സിരിക്കും. ഭയങ്കര ഒരു ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ രാജ്യഭാരങ്ങളൊക്കെ മാറ്റിവെച്ച് സാധാ മനുഷ്യനായി, പച്ച മനുഷ്യനായിട്ട് അവിടെ പോയിരുന്ന് ധ്യാനം കൂടും. അപ്പോൾ അതിനുശേഷം എന്താ പറയുക, ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴായിരിക്കും പിന്നീട് സർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നത്. നമുക്കറിയാം 2019 പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നേരെ പോയി നരേന്ദ്രമോദി ഇവിടെ ഹിമാലയത്തിൽ ധ്യാനത്തിന് പോയി. അപ്പോൾ അവിടെ ഇന്ത്യയിൽ ഒരു കോമൺ നറേറ്റീവ് ഉണ്ടായിരുന്നു. അതായത് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് ചക്ക വീണ് മുയൽ ചത്തു എന്നൊരു പ്രതിഭാസം പോലെ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ വീണ്ടും 2019 കോൺഗ്രസ് അധികാരത്തിൽ വരും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നൊക്കെ കേരളത്തിലേക്ക് കൊടുമ്പിരി കൊണ്ട പ്രചണ്ഡ പ്രചാരണം നടത്തിയിരുന്നു ഇവിടെയൊക്കെ. അതായത് ആൾക്കാർ തെറ്റിദ്ധരിച്ചു കേട്ടോ. അതായത് വീണ്ടും രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാവുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള നെറേറ്റീവുകളൊക്കെ ഇന്ത്യ മൊത്തം, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വരുമ്പോഴെന്താണ്, മുന്നേ അതായത് 2014 കിട്ടിയതിനെക്കാട്ടും സീറ്റ് കൂടുതൽ ഇന്ത്യയിലെ ജനങ്ങൾ മോദിക്ക് കൊടുത്ത് രണ്ടാം തവണയും പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തന്നെ വന്നു. അപ്പോൾ ഈ ഹിമാലയത്തിൽ ഇങ്ങനൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ അണ്ണാമലയെ നരേന്ദ്രമോദിയുമായിട്ടാണ് ഇപ്പോൾ ഉപമിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുന്നേ ഒരു BJPയുടെ ദേശീയ കൗൺസിൽ നടക്കുമ്പോൾ ഡൽഹിയിൽ വെച്ചിട്ട്, അപ്പോൾ അതിലെ എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാരും വന്നിരുന്നു. അപ്പോൾ അന്ന് എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാർക്കും ഇരിക്കാൻ ഇരിപ്പിടം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു അണ്ണാമലയ്ക്ക് സീറ്റ് കിട്ടിയില്ല. ചെയർ എടുക്കാൻ പോകുന്നതിനിടയിൽ അണ്ണാമല പ്രവർത്തകരോടൊപ്പം നിലത്തിരുന്ന് ആ പിക്ചർ ഇന്ത്യ മുഴുവൻ വൈറലായി. അത് അണ്ണാമലയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ വരെ ഭയങ്കരമായിട്ടുള്ള പോപ്പുലാരിറ്റി കൊടുത്തു. അതായത് നോർത്ത് ഇന്ത്യൻസിൽ പോലും അണ്ണാമലയെ ശ്രദ്ധിക്കാൻ തുടങ്ങി, അണ്ണാമലയുടെ ഫാൻസായി മാറി, അണ്ണാമലയെക്കുറിച്ച് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി. അണ്ണാമല എന്താ പറയുക, വലിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് അങ്ങനെ പോപ്പുലാരിറ്റി ഇങ്ങനെ അനുദിനം ഇങ്ങനെ അണ്ണാമലയ്ക്ക് ഉത്തരേന്ത്യയിൽ വർദ്ധിച്ചു വരികയാണ്. അണ്ണാമല തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുൻനിർത്തി ഉത്തരേന്ത്യയിൽ പോലും വലിയ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി സ്റ്റാർ എസ്റ്റാബ്ലിഷ്ഡ് ആയി അണ്ണാമല. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി തമിഴ്നാട് രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും എന്തോ വലുത് സംഭവിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു സിഗ്നൽ അമിത്ഷാ തന്നത്. ശരിക്കും ഇപ്പോൾ BJP ദേശീയ അധ്യക്ഷനായിട്ട് അമിത്ഷാ സാക്ഷാൽ അണ്ണാമലയെ കൊണ്ടുവരാൻ പോകുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോ ഹിമാലയത്തിൽ പോയിട്ട് ധ്യാനമിരിക്കുക, അത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നേരെ അണ്ണാമലയെ കാത്തിരിക്കുന്നത് BJPയുടെ ദേശീയ അധ്യക്ഷനായിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ BJPക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിൽ BJPക്ക് MPമാർ കുറവാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യ പിടിക്കുക എന്നില്ല എന്താ പറയുക, ഒരു വലിയൊരു ടാർഗറ്റ് BJPക്ക് പണ്ടേണ്ട്, പ്രത്യേകിച്ച് അമിത്ഷാക്കുണ്ട്. അപ്പോൾ സൗത്ത് ഇന്ത്യ മുന്നിൽ കണ്ട്, സൗത്ത് ഇന്ത്യയിൽ അതായത് കേരളം, കർണാടക, തെലങ്കാന അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ എന്താ പറയുക ഭയങ്കര സ്വാധീനമുള്ള ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് അണ്ണാമല. അപ്പോൾ അണ്ണാമല BJPയുടെ ദേശീയ അധ്യക്ഷനായി വന്നു കഴിഞ്ഞാൽ ഈ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും എന്നാണ് BJP കേന്ദ്ര നേതൃത്വം കണക്ക് കൂട്ടുന്നത്. അത് കേരളത്തിൽ പോലും 2026 നടക്കുന്ന ഇലക്ഷനിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്ത്, അതായത് ആ പ്രചരണം നയിക്കാൻ പോലും അണ്ണാമലയെ എത്തിയാൽ, അതായത് BJP ദേശീയ അധ്യക്ഷനായിട്ട് അണ്ണാമലയുടെ എത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. ഇപ്പോൾ തമിഴ്നാട്ടിലെ അവസ്ഥ എന്താണ്, അവിടെ നയനാൻ നാഗേന്ദ്രൻ വലിയൊരു ഓർഗനൈസറാണ്. അദ്ദേഹം സംഘടന വളരെ ചെറുപ്പത്തിൽ തന്നെ അവിടുത്തെ തമിഴ്നാട്ടിലെ വൈദ്യുതി മന്ത്രിയും വ്യവസായ മന്ത്രിയൊക്കെ ആയ ഒരാളാണ്.
ജയലളിതയുടെ അണ്ടറിൽ വളരെ ചെറുപ്പകാലത്ത്, അതായത് 28 വയസ്സിലൊക്കെ അത്രയും ചെറിയ നല്ല ഓർഗനൈസിങ് കപ്പാസിറ്റിയുള്ള ഒരാളാണ്. അപ്പോൾ അണ്ണാമല BJP ദേശീയ അധ്യക്ഷനായിട്ട് വീണ്ടും 2026 തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലോട്ട് വരും. തമിഴ്നാട് രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൈകാരികമായ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അവിടെ. ശരിക്കും അതിന് ഭയങ്കര ഫിക്സായ ഒരാളാണ് അണ്ണാമല. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ബേസിക്കലി എന്താ പറയുക, ഒരു കൺവെൻഷനായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ രാഷ്ട്രീയത്തിൽ ശോഭിക്കുന്നവർ എപ്പോഴും സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും. സിനിമയിൽ നിന്ന് വന്ന ആൾക്കാരാണ് അവിടെ എന്താ പറയുക, മിക്കവാറും ജയലളിത ആയാലും MGR ആയാലും ഇവരൊക്കെ ആയാലും എല്ലാം സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ എന്താ പറയുന്നത് ഈ വൈകാരികമായിട്ട് ഒരു ഇമോഷണലായിട്ട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇത്തരം സിനിമ ബാക്ക്ഗ്രൗണ്ട് വേണം. പക്ഷേ അണ്ണാമല വരുന്നത് IPS ഓഫീസറായിട്ടാണ്. IPS ആണ് അണ്ണാമലയുടെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമാക്കാരുടെ ആ ഒരു ഇതുണ്ടല്ലോ, അത് ശരിക്കും പൊളിച്ചടക്കിയിട്ട് അവരുടെ ഒരു പ്ലാറ്റ്ഫോമിലോട്ട്, അവരുടെ ടെറിട്ടറിയിലോട്ട് അണ്ണാമല കയറി ചെല്ലുന്ന എങ്ങനെയാണെന്നോ, അണ്ണാമല കർണാടകയിൽ IPS ഓഫീസറായിരിക്കുമ്പോൾ എന്താ പറയുക, പുറത്ത് പോയിട്ട് ആഫ്രിക്കയിൽ പോയിട്ട് ഒരു കുറ്റവാളിയെ പിടിച്ചു കൊണ്ടിരുന്നു. അവിടെ എന്താ പറയുക, ഇവിടെ കർണാടകയിൽ ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് അത് കടന്നു കിടന്നു, ആഫ്രിക്കയിലോട്ട് കടന്നു കിടന്നു. അണ്ണാമല അവിടെ പോയിട്ട് ആ കുറ്റവാളിയെ പിടിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ സിംഗം സിനിമയിൽ, സൂര്യ സിംഗം സിനിമ, ആ സിനിമയിൽ അങ്ങനെയാണല്ലോ, പുറത്ത് ആഫ്രിക്കയിൽ പോയിട്ട് ആ കുറ്റവാളിയെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടിരുന്നു. അതിനുശേഷമാണ് സിംഗം അണ്ണാമല എന്നൊരു പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ആ സിനിമ, അതായത് തമിഴ്നാട്ടിലെ ഒരു പൊളിറ്റീഷ്യന് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് സിനിമയായിട്ടുള്ള കണക്ഷൻ. അപ്പോൾ അതിനെ കവച്ചു വെക്കുന്ന രീതിയിൽ ആ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സംഭവം കൂടി അണ്ണാമലയുടെ കരിയറിലോട്ട് വന്നു. അപ്പോൾ അണ്ണാമല അവിടുത്തെ എന്താ പറയുക, ഇവരെ കവച്ചു വെക്കുന്ന രീതിയിൽ സാധാരണക്കാരെ എന്താ പറയുക ജനഹൃദയങ്ങളിൽ ഇടം നേടി. പിന്നെ അണ്ണാമല എന്ന് വെച്ചാൽ ഒരുപാട് ഫുൾ ഇമോഷണലാണ്. ഈ അടുത്ത കാലത്ത് തന്നെ ഉണ്ടല്ലേ, ഇനി DMK സർക്കാരിനെ താഴെ ഇറക്കിയിട്ട് ഞാൻ ചെരിപ്പിടുന്നൊക്കെ, അത്തരത്തിലുള്ള അതൊക്കെ തമിഴ് ജനതയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്ന പൊളിറ്റീഷ്യൻസിന് ഇഷ്ടമാണ്. പിന്നെ ചാട്ടവാറടി, അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയം വേറെയാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള പല ഇമോഷൻസും കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിക്കാൻ പറ്റൂ. ഇപ്പം വിജയ് തന്നെ കാണുന്നില്ല, വിജയുടെ വേഷവിധാനവും കാര്യങ്ങളൊക്കെ. അപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ശരിക്കും ഈ AIADMK പേടിപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്നറിയോ, പെട്ടെന്ന് വിജയ് വന്നിട്ട് പ്രശാന്ത് കിഷോറിൻ്റെ അഡ്വൈസ് സ്വീകരിക്കുന്നു. അതായത് നിങ്ങൾ ഈക്വലായിട്ട് DMK എതിർക്കുക, കേന്ദ്രത്തിലെ BJP എതിർക്കുക. അപ്പോൾ എന്താ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്ന് വോട്ടൊന്നും കിട്ടിയിട്ട് നിങ്ങൾ യഥാർത്ഥ പ്രതിപക്ഷം ആകും എന്നുള്ളൊരു മെസ്സേജ് വിജയ്ക്ക് പ്രശാന്ത് കിഷോർ കൊടുത്തു. അപ്പോൾ അതനുസരിച്ചാണ് വിജയ് ഇപ്പോൾ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് പെട്ടെന്ന് പേടിയായിപ്പോയി AIADMK. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഡൽഹിയിൽ ചെന്നിട്ട് അമിത്ഷായെ കണ്ട് കാല് പിടിച്ച് നമുക്കൊരു അലയൻസ് വേണമെന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് അതിനുശേഷമാണ് അവർ മുന്നോട്ട് വെച്ചൊരു കാര്യമാണ്, ഞങ്ങൾക്ക് അണ്ണാമലയായിട്ട് ഒത്തുപോകാൻ പറ്റില്ല, അണ്ണാമല കർക്കശക്കാരനാണ്, എന്താ പറയുക, പറഞ്ഞത് തന്നെ നടപ്പിലാക്കുന്ന രീതിയിൽ എന്താ അങ്ങനെയാണ് അണ്ണാമല. അപ്പോൾ അതുകൊണ്ട് അണ്ണാമലയെ മാറ്റിയിട്ട് വേറൊരു BJP പ്രസിഡന്റ് ഇവിടെ കൊണ്ടുവരണം എന്ന് അവർ റിക്വസ്റ്റ് ചെയ്തു. അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്താണ് അണ്ണാമലയെ മാറ്റുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കുന്ന, അത് പ്രത്യേകിച്ച് തമിഴ്നാട് രാഷ്ട്രീയത്തിലും ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന തീരുമാനമായിരിക്കും വരും ദിവസങ്ങളിൽ വരുന്നത്. അണ്ണാമല ദേശീയ അധ്യക്ഷനായി കഴിഞ്ഞാൽ ഭയങ്കര ഇന്ത്യ മൊത്തം ഒരു ട്രെൻഡായി തരംഗമായിരിക്കും. പ്രത്യേകിച്ച് നോർത്തിലെ ആൾക്കാരൊക്കെ ഇപ്പോൾ BJP ദേശീയ അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നാഷണൽ മീഡിയയിലേക്ക് നടക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കൂടുതൽ ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ് അണ്ണാമല BJP പ്രസിഡന്റ് ആകണം എന്ന രീതിയിലാണ്. അപ്പോൾ അത് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയൊരു ചലനമായിരിക്കും. അതൊരു ഒരു ഭയങ്കര ഒരു വിപ്ലവകരമായ ഒരു തീരുമാനം തന്നെയായിരിക്കും BJPയുടെ സൈഡിൽ നിന്നുണ്ടാവുക. എന്തായാലും ഈ മാസം തന്നെ ഏകദേശം ഇനി ഒരു 10 ദിവസത്തിനുള്ളിൽ തീരുമാനം അറിയും ആരായിരിക്കും ദേശീയ അധ്യക്ഷൻ എന്നതിൽ. എന്തായാലും അണ്ണാമല വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലും ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. കേരളത്തിലടക്കം 2026 നടക്കുന്ന ഇലക്ഷനിൽ അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. എന്തിനാലും അണ്ണാമല ഹിമാലയത്തിൽ പോയി തപസ്സിരിക്കുന്നത് വെറുതെയല്ല. അതായത് നരേന്ദ്രമോദിയോട് ശരിക്കും ഉപമിച്ചത് സൗത്ത് ഇന്ത്യക്കാരല്ല, തമിഴ്നാടുകാരല്ല, ഉത്തരേന്ത്യക്കാരാണ് അണ്ണാമലയെ നരേന്ദ്രമോദിയായിട്ട് ഉപമിക്കുന്നത്. ഭാവി പ്രധാനമന്ത്രി എന്ന രീതിയിൽ പോലും അവർ കാണുന്നത് അണ്ണാമലയാണ്. എന്തായാലും നമുക്കതിനെ കാത്തിരിക്കാം. ഈ 10 ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയും ആരായിരിക്കും BJPയുടെ ദേശീയ അധ്യക്ഷൻ. അത് അണ്ണാമല ആകട്ടെ എന്ന് ഞാൻ പേഴ്സണലായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.